ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മൊരിഞ്ഞ ദോശയും ആവിയിൽ വേവിച്ചെടുത്ത ഏത്തപ്പഴവും. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ലൊരു ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം നമുക്ക് ഏത് തരം ദോശയാണെങ്കിലും നമുക്ക് എടുക്കാം. അതായത് ചില ഓട്സ് ദോശ, നമുക്ക് ഓട്സ് ദോശയുടെ കൂടെ ആവിയിൽ വേവിച്ചെടുത്ത ഏത്തപ്പഴം ചേർത്ത് കഴിക്കാം. അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിമാവ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന അരിമാവുണ്ടല്ലോ, അരിയും ഉഴുന്നൊക്കെ ചേർത്തിട്ട് അരച്ച് എടുക്കുന്ന അതാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അരിയും ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതിനകത്ത് പിന്നെ ചേർത്തിട്ടുള്ളത് ഒരു 2-3 സ്പൂൺ ടേബിൾ സ്പൂൺ ചോറാണ് കേട്ടോ. ഇതൊക്കെ അരച്ച് ചേർത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശമാവ് നമുക്ക് തയ്യാറാക്കാം. ഞാനിന്ന് അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ദോശയാണ് ഈ ആവിയിൽ വേവിച്ചെടുത്ത ഏത്തപ്പഴത്തിൻ്റെ കൂടെ കഴിച്ചത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മുരുന്നനെയുള്ള ദോശ, നന്നായിട്ട് മൊരിഞ്ഞ ദോശ തന്നെയാണ് ഇന്ന് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. നിങ്ങളിങ്ങനെ ദോശയോടൊപ്പം ആവിയിൽ വേവിച്ചെടുത്ത ഏത്തപ്പഴം കൂട്ടി കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ നമ്മൾ സാമ്പാർ കൂട്ടി കഴിക്കാം, ചിലപ്പോൾ ചട്നി കൂട്ടി കഴിക്കാം, ചിലപ്പോൾ ചമ്മന്തി കൂട്ടി കഴിക്കും. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ഈ മൊരിഞ്ഞ ദോശയും ആവിയിൽ വേവിച്ചെടുത്ത ഏത്തപ്പഴവും കൂടി കഴിക്കുക. വേണമെങ്കിൽ നമുക്കൊരു ചമ്മന്തി ആവാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ദോശ കഴിക്കാൻ പോവാണേ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. എന്താണ് പറഞ്ഞത്? നീ പറ. ചൂടില്ല.